രണ്ട് കാര്യങ്ങൾ. ഇപ്പം ആദ്യം ഞാൻ വെൻഡേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ മിക്ക വെൻഡേഴ്സും തുടക്കം മുതലുള്ള ആളുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു മെറ്റീരിയൽ മാറി വെക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാം, ഒരു വിൻഡോ ചെയ്യുന്നത്, UPVCയുടെ വിൻഡോ ചെയ്യുന്ന ഒരേ വ്യക്തി തന്നെയാണ് എല്ലാ പ്രൊജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നാളെ ഒരു കംപ്ലൈൻറ്റ് പഴയ പ്രൊജക്റ്റിലുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈല് തരുന്ന സെയിം കമ്പനി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ടൈല് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് പെയിൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് മെറ്റീരിയൽസ് ആയാലും ശരി, അത് കണ്ടിന്യൂറ്റി ഉണ്ട്. അതല്ലാതെ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരാളെ എടുത്തു, അതവിടെ കട്ട് ചെയ്തു അടുത്തൊരു ആളിലേക്ക് പോകുക എന്നുള്ളതല്ല. അപ്പം ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫൈനലി ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്ന കസ്റ്റമർക്കാണ്. കാരണം കസ്റ്റമർക്ക് നാളെ ഒരു സ്വിച്ചിന് കംപ്ലൈന്റ് വന്നു, സെയിം കമ്പനി തന്നെ ഓൾറെഡി നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവും. ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സിൽ യാതൊരു മാറ്റം വരുത്താറില്ല. പ്രൈസിൻ്റെ പേരിൽ ഓരോ പ്രൊജക്റ്റിലേക്ക് ഓരോരുത്തരെ എടുക്കുന്നൊരു പ്രോസസ്സ് ഇല്ല നമുക്ക്.